പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ക്രിസ്തുവിലുള്ള സഹോദരങ്ങളെ, ഈ സന്ധ്യയുടെ ഈ യാമത്തിൽ, ഈ ശാന്തമായ നിമിഷത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ദൈവം പ്രവാചകനായ യെശയ്യാവിലൂടെ നമ്മോട് സംസാരിക്കുന്ന ശക്തമായ ഒരു ആഹ്വാനമാണ് നാം കേൾക്കുന്നത്. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും പറയുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ആമേൻ, ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ദിവസം മാത്രം വിശുദ്ധമാക്കുക എന്നതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് അർഹമായ ഒന്നാം സ്ഥാനം നൽകുക എന്നുള്ളതാണ്. ഇന്നത്തെ ലോകം വളരെ തിരക്കുള്ളതാണ്. രാവിലെ മുതൽ രാത്രി വരെയും ജോലി ഭാരങ്ങൾ, വ്യാപാരം, പഠനം, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ, മൊബൈൽ ഫോണുകൾ, സാമൂഹിക മാധ്യമങ്ങൾ, അങ്ങനെ അനവധി ചിന്തകൾ, ഇവയൊക്കെ നമ്മുടെ സമയം പിടിച്ചെടുക്കുന്നു. എന്നാൽ ഒരു നിമിഷം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയം ഞാൻ എൻ്റെ ദൈവത്തിന് നൽകുന്നുണ്ടോ? വിശുദ്ധ ദിനം ദൈവം മനുഷ്യനു നൽകിയ ഒരു അനുഗ്രഹമാണ്. അത് ഒരു ഭാരമല്ല, ഒരു നിയമത്തിൻ്റെ ചങ്ങലയുമല്ല, മറിച്ച് ക്ഷീണിച്ച ആത്മാവിന് ആശ്വാസം ലഭിക്കുന്ന ദൈവിക വിശ്രമമാണ് ശബത്ത് ദിനം. നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ ഞായർ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദിനമായി നാം ആചരിക്കുന്നു. ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആ മഹത്തായ ദിനത്തിൻ്റെ ഓർമ്മയാണ് അത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും കുടുംബമായി പ്രാർത്ഥിക്കുകയും തിരുവചനം വായിക്കുന്നതും സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രവൃത്തികൾ ചെയ്യുന്നതും ഈ ദിനത്തിൻ്റെ പരിശുദ്ധിയെ വെളിപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ശബത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ജോലി ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല. നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ ലോകത്തിൻ്റെ ശബ്ദങ്ങൾക്ക് അടച്ച് ദൈവത്തിൻ്റെ ശാന്തമായ ആ സ്വരം കേൾക്കുക എന്നുള്ളതാണ്. എത്രയോ പ്രാവശ്യം നമ്മുടെ ശരീരത്തിനെ നാം വിശ്രമത്തിനായി സമയം ചിലവഴിക്കുന്നു. എന്നാൽ നമ്മുടെ ആത്മാവ് ക്ഷീണിതമായി തന്നെ തുടരുകയാണ്. കാരണം നാം ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാൻ മറന്നു പോകുന്നു. എന്നാൽ ദൈവം ഇവിടെ പറയുന്നു, നിന്റെ കാര്യങ്ങൾ നോക്കാതെ ഇരിക്കുക. അതിൻ്റെ അർത്ഥം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നാം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് ചില നിമിഷങ്ങളെങ്കിലും നമ്മുടെ ചിന്തകളും നമ്മുടെ പദ്ധതികളും നമ്മുടെ ആശങ്കകളും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ നോക്കുമ്പോൾ ഒരു വലിയ ആത്മീയ വെല്ലുവിളി നമുക്ക് കാണുവാൻ സാധിക്കും. ഒരേ വീട്ടിൽ കഴിയുന്നവർ പോലും പലപ്പോഴും തമ്മിൽ സംസാരിക്കുവാൻ സമയം കണ്ടെത്തുന്നില്ല. എന്നാൽ വിശുദ്ധ ദിനം കുടുംബങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ സമയമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ശക്തിപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, വിശുദ്ധ ദിനത്തെ ബഹുമാനിക്കുമ്പോൾ ദൈവം നൽകുന്ന വാഗ്ദാനം അതിമനോഹരമാണ്. അത് ഈ വചനഭാഗത്തു തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. നീ യഹോവയിൽ പ്രമോദിക്കും എന്നുള്ളതാണ്. ലോകം നൽകുന്ന സന്തോഷം അത് താൽക്കാലികമാണ്. സമ്പത്തും പ്രശസ്തിയും മനുഷ്യന്റെ ഹൃദയത്തെ പൂർണ്ണമായി നിറയ്ക്കുന്നില്ല. എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും ആരാലും
കവർന്നെടുക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകാം. വിശുദ്ധ ദിനത്തെ വെറും അവധി ദിനമായി കാണാതെ ആത്മാവിൻ്റെ നവീകരണത്തിനുള്ള ദൈവത്തിൻ്റെ ക്ഷണമായി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ വീടുകളിൽ തിരുവചനം മുഴങ്ങട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ സമാധാനം വസിക്കട്ടെ. ഈ സന്ധ്യയിൽ യേശുവിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു തമ്പുരാനെ, പലപ്പോഴും ലോകത്തിൻ്റെ തിരക്കുകളിൽ ഞങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങയുടെ വിശുദ്ധ സമയത്തെ ഞങ്ങൾ വേണ്ട വിധം ബഹുമാനിച്ചിട്ടില്ലാത്ത ആ നിമിഷങ്ങൾക്കായി തമ്പുരാനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വീടുകളെ പ്രാർത്ഥനയുടെ ഭവനങ്ങളാക്കി തീർക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ സമാധാനവും സന്തോഷവും അവിടുന്ന് നിറയ്ക്കണമേ. ഞങ്ങൾ അങ്ങയെ അന്വേഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ വിശ്രമവും യഥാർത്ഥ സന്തോഷവും ലഭിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധ മാതാവായ കന്യകമറിയത്തിൻ്റെയും സകല പരിശുദ്ധന്മാരും പരിശുദ്ധമതികളുടെയും പ്രാർത്ഥനയും കാവലും കോട്ടയും നമ്മോടൊപ്പം എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.